ഹലോ നമസ്കാരം. C#.NETന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് സോളിഡ് പ്രിൻസിപ്പിളിനെ പറ്റിയാണ്. സോളിഡ് ഡിസൈൻ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ C#ൽ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഒരു 5 ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 SRP, അതായത് സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ. 2 OCP, ഓപ്പൺ ക്ലോസ്ഡ് പ്രിൻസിപ്പിൾ. LSP, ലിസ്കോ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ. ISP, interface segregation principle, and DIP, dependency inversion principle. Okay, ഈ 5 പ്രിൻസിപ്പിളിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോളിഡ് പ്രിൻസിപ്പിളിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സോളിഡ് പ്രിൻസിപ്പിൾ എന്തിനാണെന്നും അവ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നതെന്നും നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സോളിഡ് പ്രിൻസിപ്പിളിന്റെ 5 പ്രിൻസിപ്പിൾസും ഒരു കുറച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യത്തത് സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ. SRP എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു സാമ്പിൾ കസ്റ്റമർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് ക്ലാസ് കസ്റ്റമർ. ഓക്കെ, ഈ കസ്റ്റമർ ക്ലാസ്സിനകത്ത് കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് ഡാറ്റാബേസിലോട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡും കൂടെ എഴുതാം. പബ്ലിക് void insert request. ഓക്കെ, ഇനി കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് ഇൻസേർട്ട് ചെയ്യാൻ ഡാറ്റാബേസിലോട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള കോഡ് ലോജിക്ക് നമുക്ക് ഇവിടെ എഴുതാം. ഇൻസേർട്ട് ടു DB. ലോജിക്സ് ഒന്നും ഞാൻ എഴുതുന്നില്ല, ഇവിടെ SRP മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തെങ്കിലും എക്സെപ്ഷൻസ് എറർ വരികയാണെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ക്യാച്ച് മെത്തേഡും കൂടെ കൊടുക്കാം. ഓക്കെ, അതായത് ട്രൈക്കകത്ത് നമ്മുടെ ലോജിക് റൺ ചെയ്യും. ക്യാച്ചിനകത്ത് എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഈ പാത്തിലുള്ള error.txt ആ എറർ സേവ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പുതിയ കസ്റ്റമർ ക്ലാസ്. ഈ കസ്റ്റമർ ക്ലാസ് ശരിക്കും എന്തിനു വേണ്ടിയുള്ളതാണ്? നമ്മുടെ കസ്റ്റമർ റിലേറ്റഡ് ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കസ്റ്റമർ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ എന്താണ് ഇപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ടുള്ളത്? ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ എക്സെപ്ഷൻസ് റൈറ്റ് ചെയ്യാനുള്ള ലോജിക്കും കൂടെ എഴുതിയിട്ടുണ്ട്. അതായത് SRP പ്രകാരം നമ്മുടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സിന് വേണ്ടിയുള്ള ഫംഗ്ഷനാലിറ്റീസ് മാത്രം, ആ റിലേറ്റഡ് ഫംഗ്ഷനാലിറ്റി, അതായത് കസ്റ്റമറിന് വേണ്ടിയുള്ള ക്ലാസ് ആണെങ്കിൽ കസ്റ്റമറിന്റെ ഓപ്പറേഷൻസ് മാത്രം ചെയ്യുക. ഇപ്പം ഇത് ഒരു എറർ ഹാൻഡ്ലിംഗ് ഫംഗ്ഷനാലിറ്റിയാണ്. ഇങ്ങനെയുള്ളത് ഈ ക്ലാസ്സിൽ എഴുതാതിരിക്കുക. ഇത് ഇവിടുന്ന് മാറ്റി നമുക്ക് സെപ്പറേറ്റ് ആക്കി മാറ്റുക. ഓക്കെ, അതിന് എന്ത് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് ഞാനൊരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് ക്ലാസ് ഹാൻഡിൽ എറർ. ഓക്കെ, ഞാനൊരു ഹാൻഡിൽ എററിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ഇതിനകത്ത് ഒരു മെത്തേഡ്, അതായത് എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡും കൂടി ഇടുന്നു. പബ്ലിക് void എറർ ഹാൻഡിൽ. ഓക്കെ, ഇനി ഈ എറർ ഹാൻഡിലോട്ട് എക്സെപ്ഷൻസ് പാസ് ചെയ്ത് വിടും. അതുകൊണ്ട് ഞാൻ സ്ട്രിംഗ് പാരാമീറ്ററും കൂടെ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് വേണം നമ്മൾ എക്സെപ്ഷൻസ് റൈറ്റ് ചെയ്യാൻ. ഈ സെയിം കോഡ് ഞാൻ ഇവിടെ എഴുതും. ഓക്കെ, ഇവിടെ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ചെയ്യാൻ പോകുന്നത് യെസ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഇതിനകത്തുള്ള എക്സെപ്ഷൻസ് റൈറ്റ് ചെയ്യാനുള്ള കോഡ് ഞാൻ സെപ്പറേറ്റ് ആക്കി ഒരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ അതിനകത്തൊരു മെത്തേഡ് ഉണ്ടാക്കി. അതിനകത്താണ് ഞാൻ ആ എക്സെപ്ഷൻസ് റൈറ്റ് ചെയ്യാനുള്ള ലോജിക്ക് എഴുതിയത്. അപ്പോൾ ആ ലോജിക്കിനെ ഞാൻ ഇവിടെ ക്യാച്ചിനകത്ത് വിളിക്കണമെങ്കിൽ ആ ക്ലാസിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ആ എക്സെപ്ഷനെ വിളിച്ചാൽ മതിയാവും. ന്യൂ. ഓക്കെ, ഹാൻഡിലർ ഡോട്ട് വേറെ ഹാൻഡിൽ. ഓക്കെ, നമ്മളിവിടെ എന്താ പാസ് ചെയ്യേണ്ടത്? എക്സെപ്ഷൻ.
ഇപ്പം നോക്കി, അതായത് ഇപ്പം എന്താ സംഭവിക്കും, എൻ്റെ കസ്റ്റമർ ക്ലാസ്സിനകത്ത് ഞാൻ കസ്റ്റമർ റിലേറ്റഡ് ഫങ്ഷണാലിറ്റീസ് മാത്രമേ എഴുതുള്ളൂ. അത് അല്ലാതുള്ള ഹാൻഡിലറെ ഞാൻ വേറൊരു ക്ലാസ്സിൽ എഴുതിയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും എക്സെപ്ഷൻസ് വരികയാണെങ്കിൽ ഞാൻ ആ എക്സെപ്ഷൻസ് ആ ക്ലാസ്സിനകത്തുള്ള മെത്തേഡിനകത്തോട്ട് പാസ് ചെയ്ത് ബാക്കി ഉള്ളത് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ക്ലാസ് ഹാൻഡിലർ എന്ന് പറയുന്ന ക്ലാസ്സിലായിരിക്കും. ഇത് ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറയും. ഇതുപോലെ തന്നെ ചിലപ്പോൾ ഈ കസ്റ്റമർ ക്ലാസ്സിനകത്ത് തന്നെ നമ്മൾ മെയിൽ സെൻഡ് ചെയ്യാനുള്ളത്, അതായത് കസ്റ്റമർ റിലേറ്റഡ് അല്ലാത്ത ലോജിക്സ് എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ ക്ലാസ്, അത് കസ്റ്റമർ റിലേറ്റഡ് ക്ലാസ്സിനകത്ത് എഴുതാൻ പാടില്ല. അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് സെപ്പറേറ്റ് ഒരു ക്ലാസ്സിൽ വേണം ക്രിയേറ്റ് ചെയ്യാൻ. അതാണ് ശരിക്കും SRP എന്ന് പറയുന്നത്. SRP എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അതിന് ഒരു റെസ്പോൺസിബിലിറ്റിയെ കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കസ്റ്റമർ ഉള്ള ക്ലാസ് ആണെങ്കിൽ കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് മാത്രം ആ ക്ലാസ്സിൽ എഴുതുക. അല്ലാത്തതെല്ലാം ആ ക്ലാസ്സിൽ നിന്ന് മാറ്റി പുതിയൊരു ക്ലാസ് ഉണ്ടാക്കിയിട്ട് ഈ ക്ലാസ്സിനെ നമ്മുടെ കസ്റ്റമർ ക്ലാസ്സിനകത്ത് വിളിച്ച് യൂസ് ചെയ്യുക. ഇതാണ് SRP എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രിൻസിപ്പിളിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ ആണ്. ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിളിന്റെ എക്സാമ്പിൾ നോക്കാം. ഞാൻ നമ്മുടെ സെയിം കസ്റ്റമർ ക്ലാസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ കസ്റ്റമർ ക്ലാസ്സിനകത്ത് ഞാൻ പുതിയൊരു മെത്തേഡും കൂടെ എഴുതാൻ പോവുകയാണ്. അതായത് ഈ കസ്റ്റമേഴ്സിന്റെ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണത്. ഓക്കെ, കാൽക്കുലേറ്റ് ഡിസ്കൗണ്ട്. അപ്പം ഇതിന് ഒരു 10 rupees ഡിസ്കൗണ്ട് ഞാൻ റിട്ടേൺ ആവും. സാധാരണഗതിയിൽ നമ്മൾ ഡിസ്കൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിപ്പെൻസ് ഓൺ ദ കസ്റ്റമർ ആണ്. ചില കസ്റ്റമേഴ്സിന് കൂടുതൽ ഡിസ്കൗണ്ട് ഉണ്ടാവും, ചില കസ്റ്റമേഴ്സിന് കുറച്ച് ഡിസ്കൗണ്ട് ആയിരിക്കും. സപ്പോസ് ഗോൾഡ് കസ്റ്റമേഴ്സിന് കൂടുതൽ ഡിസ്കൗണ്ട് ആയിരിക്കാം, സിൽവർ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടെ കുറവ് ഡിസ്കൗണ്ട് ആയിരിക്കും. അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഇവിടെ കസ്റ്റമറിന്റെ ഒരു ടൈപ്പ് പ്രോപ്പർട്ടിയും കൂടെ ഡിക്ലെയർ ചെയ്യാം. ഒരു പ്രോപ്പർട്ടി ടൈപ്പ്. ഓക്കെ, ഡിപ്പെൻസ് ഓൺ ദി കസ്റ്റമർ ടൈപ്പ് നമ്മുടെ ഡിസ്കൗണ്ട് വേരി ചെയ്യും. അപ്പം ഞാൻ ഈ ടൈപ്പ് ഈക്വൽ ടു വൺ ഗോൾഡ് കസ്റ്റമർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് കസ്റ്റമേഴ്സിന് ഇപ്പം 10 rupees 15 rupees ഡിസ്കൗണ്ട്. എൽസ് അല്ലാത്ത കസ്റ്റമേഴ്സിന് ഞാൻ 10 rupees ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എഴുതി കസ്റ്റമർ ക്ലാസ്സിനകത്ത്. സോ ഇതിനകത്ത് എന്താണുള്ള ഇഷ്യൂ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഒരു റിയൽ ടൈം സിനാരിയോ ഈ കസ്റ്റമർ ക്ലാസ്സിനെ നമ്മൾ പല സ്ഥലത്ത് കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും. ഒരു 10 സ്ഥലത്ത് നമ്മൾ ഈ കസ്റ്റമർ ക്ലാസ്സിനെ കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും. ആ 10 സ്ഥലത്തും ഒരുപക്ഷെ കാൽക്കുലേറ്റ് ഡിസ്കൗണ്ട് മെത്തേഡും വിളിക്കുന്നുണ്ടാവും. ഇനി ഇവിടെ ഇപ്പം നമ്മൾ ഒരു കസ്റ്റമർ ടൈപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഒരു പുതിയൊരു കസ്റ്റമർ ടൈപ്പും കൂടെ വരികയാണെന്ന് വെച്ചോളൂ. കസ്റ്റമർ ടൈപ്പ് ഇപ്പം ഗോൾഡ് മാത്രമേ ഉള്ളൂ. സിൽവറും കൂടെ വരികയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഇഫ് കേസും കൂടെ എഴുതേണ്ടി വരും. എഴുതിയിട്ട് നമ്മൾ അതിനുള്ള എത്രയാണ് ഡിസ്കൗണ്ട് എന്നുള്ളത് അവിടെ നമുക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. ഇതുകൊണ്ടുള്ള പ്രോബ്ലം എന്താണ്? അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ക്ലാസ് ആണ് നമ്മൾ ഇവിടെ മോഡിഫൈ ചെയ്യുന്നത്. ആ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ക്ലാസ് മോഡിഫൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ കസ്റ്റമർ ക്ലാസ് എവിടെയൊക്കെ കൺസ്യൂം ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടത് വരും. അതൊരു ബിഗ് ചലഞ്ചാണ്. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ക്ലാസ് മോഡിഫൈ ചെയ്യുന്നത് കൊണ്ട് നമ്മളിത് യൂസ് ചെയ്തേക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മളത് ടെസ്റ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ ഇഷ്യൂ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നത്. ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ഫോർ മോഡിഫിക്കേഷൻ. അതിനകത്ത് ഒരു പുതിയ ഫങ്ഷണാലിറ്റി നമ്മൾ ഒരിക്കലും എഴുതാൻ പാടില്ല. എക്സാമ്പിൾ, ഇപ്പം ഒരു പുതിയൊരു കസ്റ്റമർ ടൈപ്പ് വന്നിട്ട് നമ്മളൊരു കോഡ് ചെയ്താൽ അതൊരു പുതിയ ഫങ്ഷണാലിറ്റി നമ്മളോട് ആഡ് ചെയ്യാം. അപ്പം പുതിയ ഫങ്ഷണാലിറ്റി എഴുതാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഈ കസ്റ്റമർ ഈ ക്ലാസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തതാണ്. അതായത് ക്ലോസ് ഫോർ ന്യൂ മോഡിഫിക്കേഷൻ, ഓപ്പൺ ഫോർ എക്സ്റ്റൻഷൻ. നമ്മൾ എങ്ങനെയാണ് എക്സ്റ്റൻഷൻ ചെയ്യുന്നത് ഒരു ക്ലാസ്സിനെ? അതായത് ഇപ്പം ഇതിനകത്ത് കുറെ കസ്റ്റമർ ടൈപ്പ്, ഓരോ കസ്റ്റമർ ടൈപ്പിനെ നമ്മൾ ഓരോ ക്ലാസ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ കസ്റ്റമർ ക്ലാസ്സിനെ അതിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, നമുക്കത് എക്സാമ്പിൾ വഴി എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക്
ഇപ്പോഴുള്ള ഓരോ കസ്റ്റമർ ടൈപ്പിനെ കുറിച്ച് ഓരോ ക്ലാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോഴുള്ള കസ്റ്റമർ ടൈപ്പ് എന്ന് പറയുന്നത് ഗോൾഡ് കസ്റ്റമറാണ്. ഓക്കെ, നമുക്ക് ഗോൾഡ് കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കസ്റ്റമർ ക്ലാസ് അതിലോട്ട് ഇൻഹെറിറ്റ് ചെയ്തു. ഓക്കെ, ഇനി വേണ്ടത് നമ്മുടെ ഡിസ്കൗണ്ട് ക്ലാസ് നമ്മുടെ ക്ലാസ്സിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഇത് വെർച്വൽ ആയിട്ട്, ഇത് പോളിമോർഫിസമാണ്, വെർച്വൽ ആയിട്ട് കൊടുക്കും. ഇനി ഇതിനെ നമുക്ക് ഓവർറൈഡ് ചെയ്യാനായിട്ട് പബ്ലിക് ഓവർറൈഡ് കാൽക്കുലേറ്റ് ഡിസ്കൗണ്ട്. ഓക്കെ, സോ നമ്മുടെ ബേസ് ക്ലാസ്സിലെ കാൽക്കുലേറ്റ് ഡിസ്കൗണ്ട് മെത്തേഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ അതിൻ്റെ കൂടെ ബേസ് ക്ലാസ്സിൽ എത്രയാണോ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു 15 കൂടെ ഞാൻ എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പോൾ നമ്മളൊരു ഗോൾഡ് കസ്റ്റമറിന് വേണ്ടിയിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ഡിസ്കൗണ്ട് ഓവർറൈഡ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് മോഡിഫൈ ചെയ്യാം. നമുക്ക് ഇനി കസ്റ്റമർ ടൈപ്പ് വേണ്ട. ഓക്കെ, ഇത് ഒരു നോർമൽ കസ്റ്റമറായിട്ട് ഞാനിത് ട്രീറ്റ് ചെയ്യാൻ പോകണം. അപ്പം ഈ നോർമൽ കസ്റ്റമറിന് ഞാൻ ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കുന്നില്ല. അപ്പം ഞാനിവിടെ കൊടുക്കുന്നത് 0 ഡിസ്കൗണ്ടാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു കസ്റ്റമർ ക്ലാസ് ഉണ്ട്, ആൻഡ് ആ ക്ലാസ്സിനകത്തൊരു ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഈ ഡിസ്കൗണ്ട് ഫസ്റ്റ് നോർമൽ കസ്റ്റമേഴ്സ് ഞാൻ 0 ആണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ നോർമൽ കസ്റ്റമറിനെയാണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ ഡിസ്കൗണ്ട് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ കൺസ്യൂം ചെയ്യുന്നത് ഗോൾഡ് കസ്റ്റമറിനാണ്. ഗോൾഡ് കസ്റ്റമർ നമ്മുടെ കസ്റ്റമർ ക്ലാസ്സിനെയാണ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഗോൾഡ് കസ്റ്റമറിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെ ഇത് യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള എന്തെങ്കിലും മെത്തേഡ്സ് നമ്മൾ കൂടുതൽ എന്തെങ്കിലും മെത്തേഡോ പ്രോപ്പർട്ടീസോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇതെല്ലാം തന്നെ നമുക്കിവിടെ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി എനിക്കൊരു പുതിയൊരു കസ്റ്റമർ ടൈപ്പ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഞാനൊരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ കസ്റ്റമറിനെ കസ്റ്റമർ ക്ലാസ്സിനെ അവിടെയും ഇൻഹെറിറ്റ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ കാൽക്കുലേറ്റ് ഡിസ്കൗണ്ട് ഓവർറൈഡ് ചെയ്തിട്ട് അവിടെ എത്രയാണോ ഡിസ്കൗണ്ട് വേണ്ടത് അത് ഞാൻ കൊടുക്കും. അപ്പോൾ വീണ്ടും ഒരു പുതിയ ക്ലാസ്സാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം എക്സിസ്റ്റിംഗ് ഈ കസ്റ്റമർ ക്ലാസ്സിനെ കൺസ്യൂം ചെയ്തേക്കുന്ന ക്ലയൻസിന് ഒരിക്കലും ഈ ക്ലാസ് മോഡിഫൈ ചെയ്യാത്തത് കൊണ്ട് യാതൊരുവിധ ഇഷ്യൂസും വരാൻ പോകുന്നില്ല. നമ്മൾ പുതിയ കസ്റ്റമർ ടൈപ്പിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ക്ലാസ്സസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ. അതായത് ഞാനൊരു കസ്റ്റമർ ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിന് പുതിയൊരു മോഡിഫിക്കേഷൻ ബ്ലോക്ക് ചെയ്തു. ഞാൻ ഇതിനകത്ത് പുതിയ ഒരു മോഡിഫിക്കേഷൻ, പുതിയൊരു ലോജിക് ഇംപ്ലിമെന്റ് ചെയ്യത്തില്ല. പുതിയൊരു മോഡിഫിക്കേഷൻ ഒരിക്കലും ഞാൻ ഈ കസ്റ്റമർ ക്ലാസ്സിനകത്ത് ചെയ്യത്തില്ല. അതായത് ക്ലോസ്ഡ് ഫോർ മോഡിഫിക്കേഷൻ ഇതിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ ക്ലോസ് ഫോർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ ഫോർ ന്യൂ ഇംപ്ലിമെന്റേഷൻ. അതായത് ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മളിപ്പോൾ ഒരു പുതിയ ക്ലാസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരിക്കലും പുതിയ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ പുതിയ ലോജിക്സ് നമ്മൾ എഴുതാൻ പാടില്ല. ഓക്കെ, അതാണ് ക്ലോസ്ഡ് ഫോർ മോഡിഫിക്കേഷൻ, OSPയുടെ ക്ലോസ്ഡ് ഫോർ മോഡിഫിക്കേഷൻ. പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അതായത് നമ്മൾ അതിനെ ഇൻഹെറിറ്റ് ചെയ്ത് അതിനകത്തുള്ള മെത്തേഡ്സ് ഓവർറൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ ക്ലാസ് എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നമ്മളിപ്പം പുതിയൊരു ഫോർ എക്സാമ്പിൾ ഇനി ഒരു പുതിയൊരു കസ്റ്റമർ ടൈപ്പ് വരുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ക്ലാസ്സിനകത്ത് ഒരു മോഡിഫിക്കേഷൻ ചെയ്യത്തില്ല. പകരം ആ പുതിയ കസ്റ്റമർ ടൈപ്പിന് വേണ്ടിയിട്ട് പുതിയൊരു ക്ലാസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മുടെ ഈ ക്ലാസ്സിലുള്ള മെത്തേഡ്സ് ഓവർറൈഡ് ചെയ്ത് അതിനെ വേറൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് ട്രീറ്റ് ചെയ്തുള്ളൂ. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഈ കസ്റ്റമർ ക്ലാസ്സിനെ കൺസ്യൂം ചെയ്തിട്ടുള്ള എല്ലാ ക്ലയൻസും അത് ഇതിനകത്ത് മോഡിഫിക്കേഷൻസ് ഒന്നും വരാത്തത് കൊണ്ട് ഫ്രീ ആയിരിക്കും. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലായോ? അതായത് എനിക്ക് പുതിയ പുതിയ കസ്റ്റമർ ടൈപ്പ് വരുമ്പോൾ നമ്മൾ പുതിയ പുതിയ ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്താണ് ആ പുതിയ കസ്റ്റമർ ടൈപ്പിന് വേണ്ടിയുള്ള ലോജിക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ക്ലാസ്സിനകത്ത് ഒരിക്കലും നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിനെ കൺസ്യൂം ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് ഫംഗ്ഷനാലിറ്റിക്ക് യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ.
നമുക്കിനി അടുത്ത പ്രിൻസിപ്പിളിലേക്ക് പോകാം. ലിസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, നമുക്ക് സെയിം എക്സാമ്പിൾ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഇനി ഒരു കസ്റ്റമറിനെ, ഒരു കസ്റ്റമർ ടൈപ്പിനെ കൂടെ ക്രിയേറ്റ് ചെയ്തു. ഇതിനെ ഞാൻ സിൽവർ കസ്റ്റമർ എന്ന് കൊടുക്കുന്നു. സിൽവർ. ഓക്കെ, അതിനെ ഞാൻ കസ്റ്റമറിന് എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ ഞാൻ ഡിസ്കൗണ്ട് സിൽവർ കസ്റ്റമറിന് ഞാനൊരു 10 rupees ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം 2 ടൈപ്പ് ഉണ്ട്. ഗോൾഡ് കസ്റ്റമറും ഉണ്ട്, സിൽവർ ടൈപ്പും ഉണ്ട്. ഇനി ഞാൻ പുതുതായിട്ട് ഒരു ടൈപ്പ് കസ്റ്റമറിനെ കൂടെ ആഡ് ചെയ്യാണ്. ആ കസ്റ്റമറിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ് പല ടൈപ്പിലുള്ള കസ്റ്റമേഴ്സ് വരാം. ചില കസ്റ്റമേഴ്സ് വന്നാൽ ജസ്റ്റ് സാധനങ്ങളൊക്കെ നോക്കി എൻക്വയറി ചെയ്തിട്ട് സാധനം മേടിക്കാതെ തിരിച്ചു പോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ ഞാൻ എൻക്വയറി കസ്റ്റമർ എന്ന് വിളിക്കാൻ പോവുകയാണ്. എന്താണ് എൻക്വയറി കസ്റ്റമർ? ഓക്കെ, ഇവർ സാധാരണ പർച്ചേസ് ചെയ്യില്ല. അതുകൊണ്ട് ഇവർക്ക് ഞാനൊരു ചെറിയ ഒരു ഡിസ്കൗണ്ട് മാത്രമേ ഓഫർ ചെയ്യുന്നുള്ളൂ. ഒരു 2 രൂപ ഡിസ്കൗണ്ട് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, എൻക്വയറി കസ്റ്റമേഴ്സ് എന്താ ചെയ്യുക? എൻക്വയറി കസ്റ്റമേഴ്സ് ശരിക്കുള്ളൊരു കസ്റ്റമേഴ്സ് ആയിരിക്കില്ല. ശരിക്കുള്ളൊരു കസ്റ്റമേഴ്സ് എപ്പോൾ നമ്മൾ കടയിൽ വന്ന പ്രോഡക്റ്റ്സ് വാങ്ങി തിരിച്ചു പോകും. പക്ഷേ എൻക്വയറി കസ്റ്റമേഴ്സ് എന്താ ചെയ്യുക? അവർ ജസ്റ്റ് വന്ന് എൻക്വയറി ചെയ്ത് പ്രോഡക്റ്റ്സ് വാങ്ങാതെ ആയിരിക്കും അവർ പോകുക. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയാണ് എൻക്വയറി കസ്റ്റമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എൻക്വയറി കസ്റ്റമേഴ്സ് പ്രോഡക്ട്സ് ഒന്നും വാങ്ങാത്തത് കൊണ്ട് നമുക്ക് കോഡിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ, അതായത് പ്രോഡക്ട്സ് ഒന്നും വാങ്ങാത്തത് കൊണ്ട് നമുക്ക് ഈ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മെയിൻ ക്ലാസ്സിലെ കസ്റ്റമർ ക്ലാസ്സിലെ ഇൻസർട്ട് കസ്റ്റമർ എന്ന് പറയുന്ന മെത്തേഡും കൂടെ നമുക്കിവിടെ ഓവർറൈഡ് ചെയ്യാം. പബ്ലിക് ഓവർറൈഡ് ഇൻസർട്ട് കസ്റ്റമർ. ഓക്കെ, ഇത് ശരിക്കുള്ള കസ്റ്റമർ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഡാറ്റാബേസിലോട്ട് ഇൻസർട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ നമുക്കൊരു എക്സെപ്ഷൻ ത്രോ ചെയ്യാം. ഓക്കെ, ഡോട്ട് ഇൻസർട്ട് ടു DB. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിന്റെ ഹൈറാർക്കി നോക്കാം. നമ്മുടെ പേരന്റ് ക്ലാസ് ഉണ്ട്, കസ്റ്റമർ ക്ലാസ് ഉണ്ട്. അതിനകത്ത് ഗോൾഡ്, സിൽവർ, എൻക്വയറി കസ്റ്റമർ എന്ന് പറഞ്ഞ 3 സബ് ചൈൽഡ് ക്ലാസ്സസ് ഉണ്ട്. നമ്മുടെ പോളിമോർഫിസം റൂൾ പ്രകാരം റൺ ടൈമിൽ ഒരു കസ്റ്റമറിന്റെ ഓബ്ജക്റ്റ്, പേരന്റ് കസ്റ്റമറിന്റെ ഓബ്ജക്റ്റ്, അതായത് പേരന്റ് ക്ലാസിന്റെ ഓബ്ജക്റ്റ് ചൈൽഡ് ക്ലാസിന്റെ ഓബ്ജക്റ്റുമായിട്ട് പോയിന്റ് ചെയ്യാൻ പറ്റണം വിത്തൗട്ട് എനി ഇഷ്യൂസ്. അതായത് റൺ ടൈമിൽ പേരന്റ് ക്ലാസിന്റെ ഓബ്ജക്റ്റ് ചൈൽഡ് ക്ലാസിന്റെ ഓബ്ജക്റ്റിനകത്തോട്ട് പോയിന്റ് ചെയ്യാൻ പറ്റണം വിത്തൗട്ട് എനി ഇഷ്യൂസ്. ഓക്കെ, ഇവിടെ നമ്മുടെ പേരന്റ് ക്ലാസിന്റെ ഓബ്ജക്റ്റ് ചൈൽഡ് ക്ലാസിന്റെ ഓബ്ജക്റ്റിനകത്തോട്ട് ഇഷ്യൂ ഒന്നും ഇല്ലാതെ പോയിന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ നമ്മുടെ സ്റ്റാറ്റിക് വേർഡ് മെയിനകത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് ക്ലാസ്സിന് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കസ്റ്റമർ ലിസ്റ്റിനകത്തോട്ട് നമ്മുടെ ചൈൽഡ് കസ്റ്റമറിന്റെ ഓരോ 3 ഓബ്ജക്ട്സും ആഡ് ചെയ്തു. എന്നിട്ട് എന്താ, ഞാൻ ഈ മെയിൻ ലിസ്റ്റ് ബ്രൗസ് ചെയ്ത് നമ്മൾ ഓരോരോ ചൈൽഡ് കസ്റ്റമേഴ്സിനെ എടുത്തിട്ട് അതിനകത്ത് നിന്ന് ഇൻസർട്ട് കസ്റ്റമർ ഞാൻ വിളിക്കാൻ ശ്രമിക്കും. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും നോക്കാം. നമുക്ക് ഇതൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ബിൽഡായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് എറേഴ്സ് ഒന്നുമില്ല. ഓക്കെ, ഇറ്റ്സ് വർക്കിംഗ് ഫൈൻ. ഇനി ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, ഞാനൊരു കസ്റ്റമറിന്റെ ലിസ്റ്റ് ഉണ്ടാക്കി. നമ്മൾ പോളിമോർഫിസം റൂൾ പ്രകാരം ഈ കസ്റ്റമർ ഓബ്ജക്റ്റിനകത്തോട്ട് അതിന്റെ ചൈൽഡ് ക്ലാസസ് ടൈപ്സ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഗോൾഡ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ക്ലാസിന്റെ ചൈൽഡ് ക്ലാസ് ആണ്. അതുകൊണ്ട് ഈ ചൈൽഡ് ക്ലാസസ് നമ്മുടെ പേരന്റ് ക്ലാസസിന്റെ ലിസ്റ്റിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ 3 ചൈൽഡ് ക്ലാസ്സും ഈ പേരന്റ് ക്ലാസിന്റെ ലിസ്റ്റിനകത്തോട്ട് ആഡ് ചെയ്യും. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ ലിസ്റ്റ് ബ്രൗസ് ചെയ്ത് ഇതിനകത്ത് ഓരോ ഓബ്ജക്ട്സും എടുത്ത് അതിനകത്തുള്ള ഇൻസർട്ട് കസ്റ്റമർ എന്ന് പറയുന്ന മെത്തേഡിനെ ഞാൻ കോൾ ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഗോൾഡ് കസ്റ്റമറിന്റെ ഇൻസർട്ട് കസ്റ്റമറിനെ കോൾ ചെയ്തു. ഇവിടെ വർക്ക് ചെയ്തു. നെക്സ്റ്റ് ഞാൻ സിൽവർ കസ്റ്റമറിനെ എടുത്തിട്ട് അതിനകത്തുള്ള ഇൻസർട്ട് കസ്റ്റമറിനെ കോൾ ചെയ്തു. അതും വർക്ക് ചെയ്തു.
ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ഏതാണ്? എൻക്വയറി കസ്റ്റമറാണ്. എൻക്വയറി കസ്റ്റമേഴ്സിന്റെ ഇൻസെർട്ട് കസ്റ്റമറിനെ കോൾ ചെയ്യുന്ന സമയത്ത് അവിടെ എറർ അടിക്കും. കാരണം എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻക്വയറി കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിനെ പോലെ തോന്നിക്കുമെങ്കിലും ഇത് ശരിക്കും ഒരു കസ്റ്റമർ അല്ല. കസ്റ്റമർ ആകണമെങ്കിൽ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് പോകണം. പക്ഷേ എൻക്വയറി കസ്റ്റമറിനെ പോലെ തോന്നിക്കുമെങ്കിലും ഇതിനകത്ത് നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ശരിക്കും ഒരു ആക്ച്വൽ കസ്റ്റമർ അല്ല. അതാണ് ഇവിടുത്തെ പ്രോബ്ലം. ഇവിടെ പേരന്റ് ക്ലാസ് ഒബ്ജക്റ്റ് ആയ കസ്റ്റമറിനെ ചൈൽഡ് ഒബ്ജക്റ്റ് ആയ എൻക്വയറി കസ്റ്റമറിനെ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻക്വയറി കസ്റ്റ് എന്ന് പറയുന്ന ക്ലാസിന്റെ പേരന്റ് കസ്റ്റമർ ആകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻക്വയറി കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കസ്റ്റമറിനെ പോലെ ബിഹേവ് ചെയ്യുന്നെങ്കിൽ അതൊരു കസ്റ്റമർ അല്ല. ഒരു കസ്റ്റമർ ആണെങ്കിൽ മാത്രമേ നമുക്കൊരു പേരന്റ് ആയിട്ട് കസ്റ്റമർ ക്ലാസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതിനെ നമുക്കൊരു ഡിഫറെന്റ് എൻറ്റിറ്റി ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. അതായത് നമ്മളിപ്പം ഒരു പേരന്റ് ക്ലാസ് ചൈൽഡ് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പേരന്റ് ക്ലാസിന്റെ ഓബ്ജക്ട്സ് റൺ ടൈമിൽ ചൈൽഡ് ക്ലാസ്സസിന്റെ ഓബ്ജക്റ്റുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റണം. ഇതാണ് ലിസ്കോ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെ എങ്ങനെ കറക്റ്റ് ലിസ്കോ പ്രിൻസിപ്പിൾസിന്റെ മോഡലിൽ മാറ്റാമെന്ന് നോക്കാം. നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഒറിജിനൽ കസ്റ്റമർ, മറ്റൊന്ന് എൻക്വയറി കസ്റ്റമർ. ഇതിനെ നമുക്കിതിനെ വേർതിരിക്കാൻ നോക്കാം. എങ്ങനെ ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എൻക്വയറിയാണ്. എൻക്വയറി കസ്റ്റമേഴ്സ് എപ്പോഴും ജസ്റ്റ് ഡിസ്കൗണ്ട് മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ, അവർ പുതിയ പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങില്ല. പക്ഷെ നമ്മുടെ ഒറിജിനൽ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യമേ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എൻക്വയറി ഇവിടെ ഇൻസർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും, അതോടൊപ്പം തന്നെ അവർ പ്രോഡക്റ്റ് വാങ്ങുകയും അവരുടെ ഡീറ്റെയിൽ ഡാറ്റാബേസിൽ ഇൻസർട്ട് ചെയ്യും വേണം. അപ്പം രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് എൻക്വയറി ഉണ്ട്, ഒന്ന് കസ്റ്റമറും ഉണ്ട്. എൻക്വയറി ഡിസ്കൗണ്ട് മാത്രമേ ചെയ്യത്തുള്ളൂ, പക്ഷെ കസ്റ്റമർ എൻക്വയറി ചെയ്യും, കൂടാതെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയും ചെയ്യും. ഇതിനെ നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും നോക്കാം. എൻക്വയറി കസ്റ്റമറിനെ നമുക്ക് നമ്മുടെ എൻക്വയറി കസ്റ്റമറിൽ നിന്ന് ഇൻഹെർട്ട് ചെയ്യാം. ഈ ഇന്റർഫേസിൽ നിന്നായിരിക്കും ഈ എൻക്വയറി കസ്റ്റമർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇൻസെർട്ട് കസ്റ്റമർ വേണ്ട, നമുക്ക് ഇതും ഡിലീറ്റ് ചെയ്ത് ഒന്നുകൂടെ റീ ഇംപ്ലിമെന്റ് ചെയ്യാം കറക്റ്റായിട്ട് നോക്കിയിട്ട്. ഓക്കെ, കാൽക്കുലേറ്റ് ഡിസ്കൗണ്ട്, അതായത് എൻക്വയറി കസ്റ്റമറിന്റെ ഡിസ്കൗണ്ട് ഞാനൊരു 2 കൊടുക്കുന്നു. റിട്ടേൺ 2 ഒരു 2 രൂപ എൻക്വയറി കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. ഇനി നമ്മുടെ ഒറിജിനൽ കസ്റ്റമറിനെയും കൂടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, ഒറിജിനൽ കസ്റ്റമർ. ഓക്കെ, അപ്പോൾ ഒറിജിനൽ കസ്റ്റമർ ഇപ്പൊ എന്താ സംഭവിക്കുക? ഒറിജിനൽ കസ്റ്റമറിനെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഐ കസ്റ്റിൽ നിന്നാണ്. അപ്പം അതിനകത്ത് രണ്ട് മെത്തേഡ് ആണ്, കാൽക്കുലേറ്റ് ഡിസ്കൗണ്ടും ഉണ്ട്, ഇൻസെർട്ട് കസ്റ്റമറും ഉണ്ട്. പക്ഷെ എൻക്വയറി കസ്റ്റമറിന് കാൽക്കുലേറ്റ് ഡിസ്കൗണ്ട് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ, ഡാറ്റാബേസിനകത്തോട്ട് ഇൻസെർട്ട് ചെയ്യത്തില്ല. ഇപ്പം ഇത് രണ്ടും രണ്ട് എൻറ്റിറ്റി ആയിട്ടാണ് നിൽക്കുന്നത്. അത് രണ്ടും നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പം തന്നെ നമുക്ക് ഇവിടെ കമ്പയർ ടൈമിൽ തന്നെ നമുക്ക് എറർ കിട്ടും. അതായത് എൻക്വയറി കസ്റ്റമറിനെ നമുക്ക് ഈ കസ്റ്റമേഴ്സിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റത്തില്ല, കാരണം അത് ജസ്റ്റ് എൻക്വയറി ചെയ്യത്തുള്ളൂ, അതൊരു കസ്റ്റമറാണ്. അപ്പോൾ ബാക്കിയുള്ളത് ശരിക്കും കസ്റ്റമേഴ്സിന്റെ ശരിക്കുമുള്ള ചൈൽഡ് കസ്റ്റമേഴ്സാണ്. ഇതിനെ നമുക്ക് റൺ ടൈമിൽ ഈ കസ്റ്റമേഴ്സിന്റെ ഓബ്ജക്റ്റിനെ ഈ ചൈൽഡ് കസ്റ്റമേഴ്സിന്റെ ഓബ്ജക്റ്റിലോട്ട് പോയിന്റ് ചെയ്യിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ലിസ്കോ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ നമുക്കിതിനെ കൺക്ലൂഡ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഒരു പേരന്റ് ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പോളിമോർഫിസം റൂൾ പ്രകാരം ഈ പേരന്റ് ക്ലാസ് റൺ ടൈമിൽ ചൈൽഡ് ഓബ്ജക്റ്റുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ചൈൽഡ് ക്ലാസ്സസ് മാത്രമേ നമുക്ക് പേരന്റ് ക്ലാസ്സിൽ ഇൻഹെറിറ്റ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ, അല്ലാത്തത് നമ്മളൊരു സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റണം. ഓക്കെ, ഇതാണ് ലിസ്കോ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ. നമ്മുടെ അടുത്ത പ്രിൻസിപ്പിൾ ഇന്റർഫേസ് സെഗ്രിഗേഷൻ പ്രിൻസിപ്പിൾ ആണ്. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലീഡ് എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് ഐ ലീഡിനകത്ത് രണ്ട് ടാസ്ക് ആണുള്ളത്, ക്രിയേറ്റ് ടാസ്ക് ആൻഡ് അസൈൻ ടാസ്ക്.
ഞാനൊരു മാനേജർ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ആ മാനേജർ ക്ലാസ്സിലേക്ക് ഞാൻ എൻ്റെ ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ മാനേജർക്ക് ഒരു ക്രിയേറ്റ് സബ് ടാസ്ക് ചെയ്യാം, അതോടൊപ്പം തന്നെ ഒരു ടാസ്ക് അസൈനും ചെയ്യാം. ഓക്കെ, എനിക്ക് ഇത് കൂടാതെ ഇനി എൻ്റെ ടീമിൽ മാനേജർ മാത്രമല്ല ഉള്ളത്, ടീം ലീഡ്സും കാണാം. ഓക്കെ, ഞാൻ ഒരു ലീഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് കൂടെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഈ ഐ ലീഡ് എന്ന് പറയുന്ന ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ലീഡിന് മാനേജറിൻ്റെ ടാസ്ക് മാത്രമല്ല ഉള്ളത്. ലീഡ് ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യും, അസൈൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ടാസ്ക് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഒരു പുതിയ ഒരു ടാസ്കും കൂടെ ലീഡിനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഇൻ്റർഫേസിനകത്ത് പുതിയ ഒരു ടാസ്കും കൂടെ ആഡ് ചെയ്യും. void work on task. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ലീഡിന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലീഡിന് ഇപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് സബ് ടാസ്ക്, അസൈൻ ടാസ്ക്, അതോടൊപ്പം തന്നെ ലീഡിന് ആ ടാസ്കിൽ വർക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം അല്ല, ഓൾറെഡി നമ്മൾ ഈ ഇൻ്റർഫേസ് മാനേജർക്കും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ടാസ്ക് നമ്മളിവിടെ ചെയ്തപ്പോഴും ആ ടാസ്ക് മസ്റ്റായിട്ട് ഇപ്പോൾ മാനേജർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇത് റോങ് ആണ്. പക്ഷെ മാനേജർക്ക് ഈ ടാസ്കിൻ്റെ ആവശ്യം ഇല്ല. ഈ ഇഷ്യൂ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? അതായത് നമ്മൾ ലീഡിന് വേണ്ടിയിട്ട് നമ്മൾ സെയിം ഇൻ്റർഫേസ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്, പക്ഷേ ലീഡിന് നമുക്കൊരു എക്സ്ട്രാ ടാസ്കും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇൻ്റർഫേസിൽ ഒരു പുതിയ ടാസ്ക് കൂടെ പുതിയൊരു മെത്തേഡ് കൂടെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ആ മെത്തേഡ് മാനേജർക്ക് വേണ്ട, മാനേജർക്ക് പഴയ 2 ടാസ്ക് ഉണ്ട്. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻ്റർഫേസിൽ അത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ മാനേജർ മസ്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എററാണ്. ഇവിടെ കമ്പൈൽ ടൈമിൽ തന്നെ ഇത് എറർ അടിച്ചു കഴിഞ്ഞു. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും ക്രിയേറ്റ് ചെയ്ത ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്ത ഇൻ്റർഫേസിനകത്ത് മോഡിഫൈ ചെയ്യാതിരിക്കുക. പകരം നമ്മളൊരു പുതിയ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് ഇൻ്റർഫേസ് എന്ന് പറയാം, ഐ ഡെവലപ്പ്. ഓക്കെ, ഇനി എൻ്റെ പുതിയ ടാസ്കിൽ എനിക്ക് ഐ ഡെവലപ്പറിനകത്ത് എഴുതിയാൽ മതി. ഓക്കെ, കൺട്രോൾ വി. ഓക്കെ, ഇപ്പം ഞാൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റെ ഇൻ്റർഫേസിനകത്ത് ഞാൻ മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയില്ല. പകരം ഞാൻ പുതിയ ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് എൻ്റെ പുതിയ ടാസ്ക് ചെയ്തു. അപ്പോൾ ഇപ്പോൾ മാനേജർ എന്ന് പറയുന്ന ഇൻ്റർഫേസിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം ഇവിടെ ഐ ലീഡാണ് ഞാൻ ഇൻഹെറിറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് 2 മെത്തേഡ് ഉള്ളൂ. ആ 2 മെത്തേഡ് ഞാൻ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി എനിക്ക് ലീഡ് എന്ന് പറയുന്ന ക്ലാസ്സിലോട്ടും ഇപ്പം ഞാൻ ഐ ലീഡാണ് ഇൻഹെറിറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ഐ ലീഡിനകത്ത് ഈ 2 മെത്തേഡേ ഉള്ളൂ. അപ്പം ലീഡിന് ഇത് 3 വേണമെങ്കിൽ ഞാൻ ഈ ഇൻ്റർഫേസും കൂടെ ലീഡിൻ്റെ കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ 3 മെത്തേഡും ഇൻ്റർഫേസിന് അഗൈൻസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി എനിക്കൊരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഡെവലപ്പർ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് ഡെവലപ്മെൻറ്റ് മാത്രം, അതായത് എനിക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ടാസ്ക് മാത്രം മതിയെങ്കിൽ ഈ ഇൻ്റർഫേസ് മാത്രം ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. ഇതാണ് ഇൻ്റർഫേസ് സെഗ്രിഗേഷൻ പ്രിൻസിപ്പിൾ. അതായത് നമ്മളൊരു ഇൻ്റർഫേസിനകത്ത് എല്ലാ ടാസ്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സും ഈ ഇൻ്റർഫേസ് ആണ് ഇൻഹെറിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ മെത്തേഡ്സും മസ്റ്റായിട്ട് നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇൻ്റർഫേസിനെ സെഗ്രിഗേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വേറെ ഇൻ്റർഫേസ് ഉണ്ടാക്കി ആ ഇൻ്റർഫേസിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ ക്ലാസ്സിലും കോൾ ചെയ്യും. ഇതിനെയാണ് ഇൻ്റർഫേസ് സെഗ്രിഗേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഇൻ്റർഫേസ് സെഗ്രിഗേറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലയൻറ്റിന് ആവശ്യമായിട്ടുള്ള മെത്തേഡ്സ് മാത്രമേ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഇപ്പോൾ എനിക്കിവിടെ മാനേജർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിന് ആവശ്യമുള്ള മെത്തേഡ്സിന് കറസ്പോണ്ടിങ് ഇൻ്റർഫേസ് ആണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ പുതിയൊരു റിക്വയർമെൻറ്റ് വന്നപ്പോൾ നമ്മൾ
ഈ എക്സിസ്റ്റിംഗ് ഇന്റർഫേസിൽ അത് മോഡിഫൈ ചെയ്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് ഞാൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നെങ്കിൽ, ഞാനത് ആ മെത്തേഡ് ഇവിടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ അത് എനിക്ക് മാനേജർ ക്ലാസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ ആ മെത്തേഡിന് മാനേജർക്ക് ആവശ്യമില്ല. അതായത് മാനേജർക്ക് ആവശ്യമുള്ള മെത്തേഡ്സ് മാത്രം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് ആ പുതിയ ഫങ്ഷണാലിറ്റി അങ്ങോട്ട് മാറ്റിയത്. ഓക്കെ, ഇതാണ് ഇന്റർഫേസ് സെഗ്രിഗേഷൻ പ്രിൻസിപ്പിൾ. നമ്മുടെ അടുത്ത പ്രിൻസിപ്പിളാണ് ഡിപ്പെൻഡൻസി ഇൻവേർഷൻ പ്രിൻസിപ്പിൾ. ഇത് നമ്മളെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. നമ്മളുടെ ഫസ്റ്റ് എക്സാമ്പിളിനകത്ത് ഹാൻഡിൽ എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ക്ലാസ് ചെയ്തിരുന്നു. ഓക്കെ, ഇതിനകത്ത് എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ നമുക്കത് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യും. പക്ഷെ റിയൽ ടൈം സിനാരിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറർ ഹാൻഡ്ലിംഗ് മെക്കാനിസം ഉണ്ട്. അതായത് ഇത് ഞാൻ ഫയലിലാണ് റൈറ്റ് ചെയ്യുന്നത്. ഇത് കണക്കിന് എനിക്ക് ഈവൻ വ്യൂർ എറർ ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ XML എറർ ഹാൻഡ്ലിംഗ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ ഒരെണ്ണം കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകും. അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്തു. പബ്ലിക് ഇന്റർഫേസ് ഐ ഹാൻഡിൽ എറർ. ഓക്കെ, അതിനകത്ത് ഒരു മെത്തേഡ്, അതാണ് നമ്മുടെ ഇവിടുത്തെ മെത്തേഡ്. ഈ ഇന്റർഫേസിനെ ഞാനിവിടെ ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു എറർ ഹാൻഡിലായി. ഇനി ഒരെണ്ണം കൂടെ എനിക്ക് വേണം. ഇതേപോലെ ഞാനൊരു ഈവന്റ് വ്യൂവർ എറർ ഹാൻഡിലും കൂടെ എഴുതാം. ഈവന്റ് ഓക്കെ, അതും ഞാൻ ഹാൻഡിൽ എറർ ഇംപ്ലിമെന്റ് ചെയ്തു, ഇൻഹെറിറ്റ് ചെയ്തു. ഇനി ഈ മെത്തേഡിനകത്ത് എനിക്ക് എൻ്റെ ലോജിക്, അത് ലോഗ് ചെയ്യാനുള്ള ലോജിക്ക് ഞാനിവിടെ എഴുതും. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, എനിക്കിപ്പോൾ 2 എറർ ഹാൻഡ്ലർ മെത്തേഡ്സ് ഉണ്ട്. അത് ഏതിൽ നിന്നാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, ഐ ഹാൻഡിൽ എറർ. എനിക്കിതിനെ എൻ്റെ കസ്റ്റമർ ക്ലാസ്സിൽ വിളിക്കണം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഇന്റർഫേസിനൊരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പ്രൈവറ്റ് എറർ ഓക്കെ ഈസ് ഈക്വൽ ടു, എനിക്ക് ഏത് എറർ ഹാൻഡലറാണോ വിളിക്കേണ്ടത് അതെനിക്കിവിടെ പറയാം. ഇപ്പോൾ എനിക്ക് വേണ്ടത് ന്യൂ ഏതാണുള്ളത്, ഹാൻഡിലർ. ഓക്കെ, ഹാൻഡിലർ. അപ്പോൾ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, എൻ്റെ എറർ ഹാൻഡിലറായിരിക്കും ഇവിടെ ഇൻവോക്ക് ആവുന്നത്. അപ്പം ഇതേ ഡോട്ട് എറർ ഹാൻഡിലെന്ന് ഞാനിത് ഡിലീറ്റ് ചെയ്ത് കളയാം, കൺഫ്യൂഷൻ വരാതിരിക്കാം. കോപ്പി. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിക്കുക, ഞാൻ ഈ ഹാൻഡിൽ എററാണ് ഇവിടെ ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എറർ ഹാൻഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത് അതെപ്പോഴും നമ്മളുടെ ഹാൻഡിൽ എററിനകത്തോട്ടായിരിക്കും കോൾ പോകുക. അതായത് ഇവിടെ നമ്മുടെ ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ആയിരിക്കും കോൾ ചെയ്യുക. പക്ഷേ എനിക്ക് വേണ്ടത് ഡിപ്പെൻഡിങ് ഓൺ ദി കണ്ടീഷൻ, എനിക്ക് ഒന്നുകിൽ ഹാൻഡിലറിനെ വിളിക്കാം, അല്ലെങ്കിൽ ഈവൻ വ്യൂവർ ഹാൻഡിലർ എററിനെ വിളിക്കാം. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നമ്മളിപ്പം ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എറർ ഹാൻഡിലർ മെത്തേഡ് വിളിക്കും, അല്ലെങ്കിൽ ഈവൻ വ്യൂവർ എറർ ഹാൻഡിലർ വിളിക്കും. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ എഴുതാനായിട്ട് ഞാൻ അതൊരു കൺസ്ട്രക്ടറിനകത്ത് വിളിക്കാൻ പോകണം. പബ്ലിക് കസ്റ്റമർ ഓക്കെ, ഒരു കണ്ടീഷൻ അതെന്തോ ആയിക്കോട്ടെ, ഞാൻ ഇപ്പോൾ ട്രൂ എന്ന് കൊടുക്കുന്നു. ട്രൂ ആണെങ്കിൽ ന്യൂ ഹാൻഡിലർ ആണ്. മനസ്സിലായോ? അതായത് ട്രൂ ആണെങ്കിൽ ഞാൻ ന്യൂ ഹാൻഡിലർ എന്ന് പറയുന്ന ക്ലാസ് വിളിക്കുന്നു. ഫോൾസ് ആണെങ്കിൽ, എൽസ് ആണെങ്കിൽ, ഈ സെൽസിന്റെ ലോജിക്ക് ഇവിടെ നോക്കണ്ട, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൊടുക്കുന്നുള്ളൂ. അത് കണ്ടീഷൻ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. എൽസ് ആണെങ്കിൽ എന്തായിരിക്കും, ഈക്വൽ ടു ന്യൂ ഈവന്റ് വ്യൂവർ ഹാൻഡിൽ എറർ. ഓക്കെ, മനസ്സിലായല്ലോ? ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ ഒന്നുകിൽ ഹാൻഡിലർ വിളിക്കുന്നു, അല്ലെങ്കിൽ
ഈവൻറ്റ് ഹാൻഡിൽ എറർ വിളിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അതായത് ഇപ്പോൾ ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ നമ്മൾ എറർ ഹാൻഡ്ലിംഗ് മെത്തേഡിനെ വിളിക്കുകയാണ്. അതായത് ഇവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് നടക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ SRPയുടെ വയലേഷനാണ്. അതായത് ഒരു എക്സ്ട്രാ ലോജിക്ക് നമ്മളിവിടെ എഴുതിയിരിക്കുകയാണ്. ഇതുകൊണ്ടുള്ള വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഞാൻ 2 എറർ ഹാൻഡ്ലിംഗ് ക്ലാസ്സസ് എഴുതിയിട്ടുള്ളൂ. ഇൻ ഫ്യൂച്ചറിൽ എനിക്ക് 2-ലധികം, ഇനി ഒരു റിക്വയർമെന്റ് പ്രകാരം എനിക്ക് 3-മതൊരു എറർ ഹാൻഡ്ലിംഗ് മെത്തേഡ് എഴുതേണ്ടി വരികയാണെങ്കിൽ ഞാൻ പുതിയൊരു ക്ലാസ് എഴുതും. ആ ക്ലാസ് എഴുതിയതിന് ശേഷം വീണ്ടും ഇവിടെ വന്നിട്ട് ഞാൻ ഒരു കണ്ടീഷനും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ വീണ്ടും അതിവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ കസ്റ്റമർ ക്ലാസ്സിനകത്ത് ഞാൻ വീണ്ടും മോഡിഫൈ ചെയ്യുന്നു. മോഡിഫൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ കസ്റ്റമർ ക്ലാസ് എവിടെയൊക്കെ കൺസ്യൂം ചെയ്തേക്കുന്നോ ആ സ്ഥലങ്ങളിലെല്ലാം പോയി ഞാൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ഇത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും പുതിയ പുതിയ എറർ ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് വരുമ്പോഴെല്ലാം ഞാൻ ഇവിടെ കസ്റ്റമർ ക്ലാസ് മോഡിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കണം. അത് ഒഴിവാക്കണമെങ്കിൽ എന്താണ് ആദ്യം ചെയ്യുന്നത്, നമുക്ക് ഈ ന്യൂ കീവേഡ് ഇവിടെ അവോയ്ഡ് ചെയ്യണം. അതായത് നമ്മൾ ഇവിടെ ഡയറക്റ്റ് നമുക്ക് ആ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ വിളിക്കുന്നതിന് പകരം ഇത് വെളിയിൽ നിന്ന് എവിടുന്നെങ്കിലും, അതായത് ഈ ക്ലാസ്സിനെ വിളിക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിനെ പാസ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് ഈ കോഡ് ഇവിടെ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതായത് അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അതായത് ഈ ക്ലാസ്സിനെ വിളിക്കുന്ന സമയത്ത് കൺസ്ട്രക്ടർ വഴി നമുക്ക് ഐ ഹാൻഡിൽ എറർ ഓബ്ജക്റ്റ് പാസ് ചെയ്ത് വിടുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇവിടെ അതിനെ ഡയറക്റ്റ് എടുത്ത് അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഡിസൈഡ് ചെയ്താൽ മതി നമുക്ക് ഏത് എറർ ഹാൻഡ്ലിംഗ് മെത്തേഡ് ആണോ വേണ്ടത്. അന്നേരം അവിടെ വിളിക്കുന്ന സമയത്ത് നമുക്ക് പാസ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ഏതാണോ നമ്മൾ പാസ് ചെയ്ത് വിടുന്നത് അതിൻ്റെ ബേസ് ചെയ്ത് ക്ലാസ് ഇവിടെ ഇൻവോക്ക് ചെയ്യും. ഓക്കെ, ഞാൻ ഈ കസ്റ്റമർ ക്ലാസ്സിനെ കൺസ്യൂം ചെയ്യുന്നത് എൻ്റെ മെയിൻ മെത്തേഡിൽ നിന്നായിരിക്കും. ഓക്കെ, നമുക്കത് എങ്ങനെ പാസ് ചെയ്ത് വിടുമെന്നും കൂടെ നോക്കാം. ഓക്കെ, ഞാൻ കസ്റ്റമറിനെ കോൾ ചെയ്യാണ്. കസ്റ്റമർ OBJ കസ്റ്റ് ഈസ് ഈക്വൽ ടു ന്യൂ കസ്റ്റമർ. ഓക്കെ, ഇത് വിളിക്കുന്ന സമയത്ത് അപ്പം ഇതിൻ്റെ കൺസ്ട്രക്ടർ വഴി നമുക്ക് പാസ്. എനിക്കിപ്പം ഈ സിറ്റുവേഷനിൽ എനിക്ക് വേണ്ടത് ഏതാണ്, ഈവൻറ്റ് വ്യൂവർ എറർ ഹാൻഡിലാണെന്ന് വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ ഓബ്ജക്റ്റ് ഞാൻ ഇതുവഴി പാസ് ചെയ്താൽ മതിയാവും, ന്യൂ എറർ ഹാൻഡിൽ. ഓക്കെ, അപ്പോൾ മനസ്സിലായോ. അപ്പോൾ ഏത് ഈവൻറ്റ് വ്യൂവർ എറർ ഹാൻഡ്ലിംഗ് ആണോ വേണ്ടത് അത് ഞാൻ ആ കസ്റ്റമർ ക്ലാസ്സിനെ വിളിക്കുമ്പോൾ ഞാൻ പാസ് ചെയ്താൽ മതിയായിരിക്കും. ഇതിനെയാണ് ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻ എന്ന് പറയുന്നത്, ഡിപ്പെൻഡൻസി ഇൻവെർഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എനിക്കിപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് വേറൊരു ഓബ്ജക്റ്റും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു, വേറൊരു സിറ്റുവേഷനിൽ എനിക്ക് ഈ എയർ ഹാൻഡ്ലിംഗ് വേണ്ട, പകരം എനിക്ക് വേണ്ടത് ഹാൻഡിലറാണ്. അപ്പോഴെന്താ വേണ്ടത്, ഞാൻ അവിടെ അത് പാസ് ചെയ്താൽ മതി. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻസ് ഞാൻ ക്ലയൻറ്റ് സൈഡിൽ നിന്നും ഏതാണോ എറർ ഹാൻഡ്ലിംഗ് എനിക്ക് വേണ്ട അത് പാസ് ചെയ്യും. ആ പാസ് ചെയ്യുന്നത് എനിക്ക് ഇവിടെ റിസീവ് ചെയ്യും, അതിനെ എടുത്ത് എനിക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പാസ് ചെയ്യുന്ന ഈവൻറ്റ് വ്യൂവർ എറർ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ ഇപ്പം ഇവിടെ കിട്ടുക ഈവൻറ്റ് വ്യൂവർ എറർ ഹാൻഡ്ലിങ്ങിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എറർ ഹാൻഡിൽ മെത്തേഡ് ഞാൻ ഇൻവോക്ക് ചെയ്യുമ്പോൾ ഈവൻറ്റ് വ്യൂവറിനകത്ത് എന്ത് ലോജിക്കാണോ ഞാൻ എഴുതിയിരിക്കുന്നത് അതായിരിക്കും എക്സിക്യൂട്ട് ആവുക. ഇവിടെയുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഞാൻ ഇനി ഒരു പുതിയ എറർ ഹാൻഡ്ലിംഗ് മെത്തേഡ്, ഒരു എറർ ഹാൻഡ്ലിംഗ് ടെക്നിക്സ് കൊണ്ടുവന്നാൽ, ഞാൻ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്താൽ ഒരിക്കലും അത് എൻ്റെ കസ്റ്റമർ ക്ലാസ്സിനെ അഫക്റ്റ് ചെയ്യില്ല. കാരണം ഇവിടെ വേറെ കോഡൊന്നും മോഡിഫൈ ചെയ്യേണ്ടി വരത്തില്ല. കാരണം എന്താണ്, ആ പുതിയ ഹാൻഡിലർ എനിക്ക് പാസ് ചെയ്ത് വിടുന്നത് ക്ലയൻറ്റിൽ നിന്നാണ്. അതുകൊണ്ട് കസ്റ്റമർ സൈഡിൽ ഞാൻ കോഡ് മോഡിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ഇതാണ് ഡിപ്പെൻഡൻസി ഇൻവേർഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ സോളിഡ് പ്രിൻസിപ്പിളിൻ്റെ എല്ലാ പ്രിൻസിപ്പിൾസും പഠിച്ചു. നിങ്ങൾ ഇത് ക്ലിയർ ആയിട്ട് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക, ഞാനത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.